നിങ്ങളുടെ ഫോണിന്റെ ഡിസ്പ്ലേയിൽ ഗ്രീൻ സ്ക്രീനോ ഗ്രീൻ ലൈനോ വന്നിട്ടുണ്ടോ? ഇനി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 3 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. വരാതിരിക്കാനും വന്നവർക്കും വേണ്ടി ഒരു ടിപ്സാണ്. അപ്പോൾ ഇത് ഫുൾ കാണുക. ആദ്യത്തെ ടിപ്സ് എന്ന് വെച്ചാൽ നമ്മളെ ഫോൺ താഴെ വീഴുന്നതും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഫോൺ താഴെ വീണ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ സർവീസ് സെന്ററിൽ കൊണ്ടിട്ട് ആ ഫോൺ ഒരു ജനറൽ സർവീസ് ചെയ്താൽ നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഡിസ്പ്ലേന്റെ സ്ക്രിപ്റ്റോ എന്തെങ്കിലും കണക്ടർ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഡിസ്പ്ലേക്ക് പ്രശ്നങ്ങളും പിന്നീട് ഡിസ്പ്ലേക്ക് പ്രശ്നം വരാം. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതും ഡീറ്റെയിൽ ചെയ്യാൻ വരാം. രണ്ടാമത്തെ ടിപ്സ്, നമ്മുടെ ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മുടെ മൊബൈൽ നെറ്റ്വർക്ക് ടവർ ലൊക്കേഷൻ ആണോ എന്ന് ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ നമ്മുടെ വൈഫൈ കണക്ടിവിറ്റി ഫാസ്റ്റ് ആണോ എന്ന് നോക്കണം. എപ്പോഴും നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് മൊബൈൽ നെറ്റ്വർക്ക് സ്പീഡ് ആണെങ്കിലും വൈഫൈ കണക്ടറിന്റെ പക്ക കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. മൂന്നാമത്തെ ടിപ്സിലേക്ക് പോകുന്നതിന് മുന്നേ എന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. മൂന്നാമത്തെ ടിപ്സ് എന്ന് വെച്ചാൽ അധികം ആൾക്കാർക്ക് അറിയാതെ ഫോൺ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഈ ഇഷ്യൂ വരുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേഷനിലൂടെയാണ് നിങ്ങൾക്ക് ഉറപ്പ് വരുന്നുണ്ട് നിങ്ങളുടെ ഡിസ്പ്ലേയിൽ ഗ്രീൻ സ്ക്രീൻ ഗ്രീൻ ലൈൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്ന് കിടക്കുമ്പോൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഫോൺ ഫുൾ സ്കാൻ ചെയ്യുന്ന രീതിയിൽ ഫോൺ ഒന്ന് ഫോട്ടോസോ വീഡിയോ എടുക്കുക. വീഡിയോ എടുക്കുന്നതിന് ഏറ്റവും